പത്രങ്ങളിൽ ഇന്ന് ആദ്യം മാതൃഭൂമി പത്രത്തിന്റെ തലക്കെട്ട് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി ആഘാത പഠനത്തിന് പച്ചക്കൊടി ചിറകുവിടർത്തി വീണ്ടും വിവാദം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള വാർത്തകളാണത്. പരിഷ്കരിച്ച SSLC ഫലം ഇന്ന് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. പരിഷ്കരിച്ച SSLC ഫലം വെള്ളിയാഴ്ച വന്നില്ല, ഇത് ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചേക്കും. മൂല്യനിർണയ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു പ്രാവശ്യം പരിശോധിച്ച് പരീക്ഷാ ഭവനിലെത്തിച്ച ഫലം ഒരിക്കൽ കൂടി ഒത്തുനോക്കി പരിശോധിച്ചു വരികയാണ്. ഇത് പൂർത്തിയാകാത്തതിനാലാണ് വെള്ളിയാഴ്ച ഫലം പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ള വാർത്ത മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. പരിസ്ഥിതി ആഘാത പഠനത്തിന് പച്ചക്കൊടി ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യത്യസ്തരായ സമര നേതാക്കളുടെ പ്രതികരണവും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണം സ്വകാര്യ ബിൽ രാജ്യസഭ പാസാക്കി എന്നുള്ള ഒരു വാർത്തയുണ്ട്. ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ വിശദമായി കൊടുത്തിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ക്ഷേമ കമ്മീഷനുകൾ, ഭിന്നലിംഗ കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം, സർക്കാർ സർവീസിൽ 2% ജോലി സംവരണം, തൊഴിൽ വിവേചനം ഇല്ലാതാക്കൽ, HIV പരിശോധനാ കേന്ദ്രങ്ങൾ, സൗജന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ, പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിലില്ലായ്മ വേതനം എന്നിങ്ങനെ ആണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളായി ചൂണ്ടിക്കാണിക്കുന്നത്. സ്വകാര്യ ബില്ലെന്നാൽ സാധാരണ സർക്കാരാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുക. ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട അംഗത്തിന് സ്വന്തം നിലയ്ക്കും ബില്ല് കൊണ്ടുവരാം. 100 കണക്കിന് ബില്ലുകൾ ഇത്തരത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അവയിൽ ചിലത് മാത്രമേ ചർച്ചയ്ക്ക് വരാറുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ബിൽ എന്താണെന്നുള്ളതിന്റെ വിശദാംശമായി നൽകിയിരിക്കുന്നത്. ഇരു സഭകളിലും വെള്ളിയാഴ്ച 3 കഴിഞ്ഞാണ് സ്വകാര്യ ബിൽ ചർച്ചയ്ക്ക് വരിക. സാധാരണഗതിയിൽ ചർച്ചയ്ക്കൊടുവിൽ സ്വകാര്യ ബിൽ പിൻവലിക്കും. സ്വകാര്യ ബിൽ പാസ്സായാൽ അതേ ബിൽ 2ാം സഭയിൽ സമർപ്പിക്കണം. അങ്ങനെയാണ് ബിൽ അവതരണത്തിന്റെ വിശദാംശം എന്ന് കൊടുത്തിട്ടുണ്ട് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ. രക്ഷിക്കാൻ ശ്രമിച്ച ഫയർമാനെ ചവിട്ടി മരത്തിൽ തൂങ്ങിയ ആൾ ആശുപത്രിയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള മറ്റൊരു വാർത്തയുണ്ട്. രക്ഷിക്കാൻ ശ്രമിച്ച ഫയർഫോഴ്സ് ജീവനക്കാരെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിച്ച് മരത്തിൽ തൂങ്ങിയ ആളെ രക്ഷിച്ച് ആശുപത്രിയിൽ, അതിന്റെ ചിത്രവും നൽകിയിട്ടുണ്ട്, ആശുപത്രിയിലാക്കി 50 വയസ്സ് തോന്നിക്കുന്ന പാലക്കൽ സ്വദേശി രാമനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ള ഇന്നലെയുള്ള ഒരു വാർത്തയും ഉണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ഈ വാർത്ത. മറ്റൊന്ന്, ധൃതി പിടിച്ച് അവതരിപ്പിച്ചെന്ന വിമർശനം, ചരക്ക് സേവന നികുതി ബിൽ ലോക്സഭയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. മലമുകളിൽ കുടുങ്ങിയ സഞ്ചാരികളെ കോപ്റ്ററിൽ രക്ഷപ്പെടുത്തി എന്നുള്ള റാസൽ കൈമയിൽ നിന്നുള്ള ഒരു വാർത്തയുണ്ട്. ഷിഹയിൽ മലമുകളിൽ അകപ്പെട്ട 8 വിദേശികളെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. റാസൽ കൈമ പോലീസിലെ എയർവിംഗ് വിഭാഗമാണ് റെക്കോർഡ് വേഗത്തിൽ സഞ്ചാരികളെ കണ്ടെത്തുകയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. രക്ഷപ്പെടുത്തിയത് 8 യൂറോപ്പുകാരെ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു. ഇനി ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഗൾഫ് പേജിലുള്ള പ്രധാന വാർത്തയായി വന്നിരിക്കുന്നത് ഷാർജ ഇന്ത്യൻ സ്കൂൾ KG1 പ്രവേശനം പ്രതിസന്ധിയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. വൈകി നടത്താനിരുന്ന ഷാർജ ഇന്ത്യൻ സ്കൂളിലെ KG1 പ്രവേശനം വീണ്ടും പ്രതിസന്ധിയിലായി. അടുത്തിടെ സ്കൂൾ സന്ദർശിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം അധികൃതർ പുതിയ പ്രവേശനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതാണ് കാരണം. അപേക്ഷ നൽകി പ്രവേശനം കാത്തിരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്കൂൾ അധികൃതർ അയച്ച SMS സന്ദേശത്തിൽ തൽക്കാലം പ്രവേശനത്തിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്നും ഫീസ് അടയ്ക്കേണ്ടതില്ലെന്നും അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, സന്തോഷവാന്മാരായ ജനങ്ങൾ UAEക്ക് 20ാം സ്ഥാനം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ലോകത്തിലെ ഏറ്റവും സന്തോഷവാന്മാരായ ജനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ UAE 20ാമത്, തൊട്ടുപിറകിൽ 22ാം സ്ഥാനത്ത് അയൽ രാഷ്ട്രമായ ഒമാൻ ഇടം നേടി. ഖത്തർ 28ാം രാജ്യമായും സൗദി 35ാം രാജ്യമായും പട്ടികയിൽ സ്ഥാനം പിടിച്ചു. സ്വിറ്റ്സർലാൻഡ് ആണ് 1ാം സ്ഥാനം ഇതിൽ നേടിയത്. ഐക്യരാഷ്ട്രസഭയുടെ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലാണ് ഓരോ രാജ്യത്തെയും ജനങ്ങളുടെ സംതൃപ്തിയും സന്തോഷവും വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ പോകുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ. കെയ്റോ UAEക്കാരുടെ പ്രിയ സന്ദർശന കേന്ദ്രം എന്നുള്ള മറ്റൊരു വാർത്ത. UAEയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്ദർശന കേന്ദ്രം കെയ്റോ ആണെന്ന് റിപ്പോർട്ട്. ഓൺലൈൻ യാത്രാ ബുക്കിംഗ് സൈറ്റായ എക്സ്പീഡിയയാണ് ബുക്കിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ സഞ്ചാരികളുടെ പ്രിയ നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. അതിൻ്റെ ചിത്രവും നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു എന്നുള്ള വാർത്തയാണ്. മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിലെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ഇടവികാരി ഫാദർ യാക്കോബ്
ബേബി ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ അജി ചാക്കോ, ഫാദർ അലക്സാണ്ടർ കൂടാരത്തിൽ, ട്രസ്റ്റി വർഗീസ് ജോർജ്, സെക്രട്ടറി പൗലോസ് മാത്യു, കൺവീനർ ജെയിംസ് ജോർജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എന്നുള്ള വാർത്തയും മാതൃഭൂമിയുടെ ഗൾഫ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. മലബാർ സോക്കർ ബ്രൗഷർ പ്രകാശനം ചെയ്തു എന്നുള്ള വാർത്തയുണ്ട്. കോഴിക്കോട് ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മലബാർ സോക്കർ 2015 ബ്രൗഷർ ഇന്ത്യൻ കൗൺസിൽ പി മോഹനൻ പ്രകാശനം ചെയ്തു. അതിന്റെ ചിത്രവും നൽകിയിരിക്കുന്നു. ദമ്പതിമാർക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു എന്നുള്ള വാർത്തയുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, ഷാർജ കൾച്ചറൽ കമ്മിറ്റി അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നളപാചകം എന്ന പേരിൽ പാചക മത്സരം സംഘടിപ്പിച്ചു. 16 ദമ്പതിമാർ പങ്കെടുത്ത പാചക മത്സരത്തിൽ മണി ഉപ്പത്തിൽ ഷൈനി ദമ്പതിമാർ 1ാം സ്ഥാനം നേടി. ഇസ, സജുറന്നിസ, രാജീവൻ വിജിമോൾ എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയത് എന്ന് ഇങ്ങനെ പോകുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ. മറ്റൊന്ന്, കൂട്ടിയിടി ഒഴിവാക്കാൻ ബാക്ക് ഓഫ് റേഡിയോ എന്നുള്ള ഒരു വാർത്തയുണ്ട്. ദുബായിൽ നിന്നാണ് ഈ വാർത്ത. ടാക്സികൾ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ ബാക്ക് ഓഫ് റേഡിയോ സംവിധാനം തൊട്ടുമുന്നിലുള്ള വാഹനവുമായി പരിധിക്കപ്പുറം അടുത്തു വരുമ്പോൾ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ സിസ്റ്റം. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കുമായി ചേർന്നാണ് പുതിയ ബാക്ക് ഓഫ് റേഡിയോയ്ക്ക് രൂപം നൽകിയത് എന്നുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് സമദാനിയുടെ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത. രാജ്യസ്നേഹം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ജന്മനാ ഉണ്ടാകുന്ന വികാരമാണെന്നും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ചിന്തകനും പ്രഭാഷകനുമായ അബ്ദുൽ സമദ് സമദാനി അഭിപ്രായപ്പെട്ടു. 16ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും രണ്ടാമൻ രചിച്ച തുഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിന്റെ പരിഭാഷയുടെ ഗൾഫ് മേഖല പ്രകാശന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ പോകുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ. മലയാളി സമാജം തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് സമ്പൂർണ്ണ വിജയം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. മലയാളി സമാജം തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണസമിതിയുടെ പാനലിന് സമ്പൂർണ്ണ വിജയം. ഭരണമുന്നണിയുടെ 15 സ്ഥാനാർത്ഥികളും മഹാഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പ്രതിപക്ഷ മുന്നണി ദയനീയമായി പരാജയപ്പെട്ട് 1400 അംഗങ്ങളുള്ള മലയാളി സമാജത്തിൽ 700 അംഗങ്ങളാണ് വാർഷിക ജനറൽ ബോഡിയിലും തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തത്. അതിൻ്റെ വാർത്തകളും ചിത്രങ്ങളും നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട യേശുശീലൻ പ്രസിഡന്റ്, സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി, ഫസലുദ്ദീൻ ട്രഷറർ, അങ്ങനെ ആണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൾക്കാരുടെ ചിത്രവും നൽകിയിരിക്കുന്നു. ഇടവക പെരുന്നാൾ ആഘോഷിച്ചു എന്നുള്ള വാർത്തയുണ്ട്. സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക പെരുന്നാൾ ആഘോഷിച്ചു. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളാണ് ഇടവക പെരുന്നാളായി ആഘോഷിക്കുന്നത് എന്നുള്ള വാർത്തയുമുണ്ട്. മറ്റൊന്ന്, വനിതാ സംഗമം നടത്തി എന്നുള്ള വാർത്തയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ദുബായ് കോതമംഗലം മൂവാറ്റുപുഴ പ്രവാസി കൂട്ടായ്മയുടെ ആശ്രയം ഫാമിലി ഫസ്റ്റ് 2015 ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. വനിതാ വിഭാഗം രക്ഷാധികാരി മുംതാസ് ഇസ്മയിൽ റാവുത്തർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഗൾഫ് പേജിലുള്ള പ്രധാന വാർത്തകളായിട്ട് മാതൃഭൂമിയുടെ ഗൾഫ് പേജിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. സ്പോർട്സ് പേജിൽ ബാംഗ്ലൂർ തന്നെ റോയൽ എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്തയുണ്ട്. ഇനി മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് പോവുകയാണെങ്കിൽ ഏകീകൃത നികുതി ബിൽ കേരളത്തിന് നേട്ടം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. SSLC പുതിയ ഫലം ഇന്ന്, പിഴവ് സോഫ്റ്റ്വെയറിന് സൂചന എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ആറന്മുള പാരിസ്ഥിതിക പഠനത്തിന് അനുമതി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ബാർ കോഴക്കേസ് അന്വേഷണ പുരോഗതി അറിയിക്കാൻ ലോകായുക്ത ഉത്തരവ് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ എണ്ണപ്പാടത്തിലെ വെള്ളം കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പദ്ധതി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. അബുദാബി മലയാളി സമാജം തെരഞ്ഞെടുപ്പ് എല്ലാ സീറ്റും തൂത്തുവാരി ഔദ്യോഗിക പാനൽ എന്നുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. വീടിന് തീപിടിച്ച് യുവതിയും 2 കുട്ടികളും മരിച്ചു എന്നുള്ള വാർത്ത. അൽ മുഖ്യാന മേഖലയിൽ വീടിന് തീപിടിച്ച് യുവതിയും 2 മക്കളും മരിച്ചു. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. 25-കാരിയായ പാലസ്തീൻ യുവതിയും 5ഉം 4ഉം വയസ്സുള്ള ആൺകുട്ടികളുമാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു എന്നാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ഉടൻ നാടുകടത്തുമെന്ന് കുവൈത്തിൽ നിന്നുള്ള ഒരു വാർത്തയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി മനോരമയുടെ ഫ്രണ്ട് പേജിലും ഗൾഫ് പേജിലും നിറഞ്ഞു നിൽക്കുന്നത്.
സെമിയിൽ ബാർസ വേഴ്സസ് ബയൺ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഇതൊക്കെയാണ് സ്പോർട്സ് പേജിലും മനോരമയുടെ സ്പോർട്സ് പേജിലും ഫ്രണ്ട് പേജിലും ഗൾഫ് പേജിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. ചന്ദ്രികയും സിറാജും കൂടി ഓടിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി വരുന്നു. ചന്ദ്രികയുടെ ഫ്രണ്ട് പേജിൽ യുവ കേരള യാത്രയ്ക്ക് പ്രൗഢ സമാപനം എന്നുള്ള വാർത്തയാണ് ഫ്രണ്ട് പേജിൽ നൽകിയിരിക്കുന്നത്. ആറന്മുള BJPയെ വെട്ടിലാക്കി കേന്ദ്രം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. മാടായി ബൈത്തുറന്മ വില്ലേജ് സമർപ്പിച്ചു എന്നുള്ള വാർത്തയും ചന്ദ്രികയുടെ ഫ്രണ്ട് പേജിൽ ഉണ്ട്. ചന്ദ്രികയുടെ ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ അബുദാബി വിമാനത്താവളത്തിൽ 3 മാസത്തിനകം 55 ലക്ഷം യാത്രക്കാർ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ഈ വർഷം ആദ്യ 3 മാസങ്ങൾക്കിടെ അബുദാബി വിമാനത്താവളത്തിൽ 55 ലക്ഷം പേർ യാത്ര ചെയ്തതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 10 ലക്ഷത്തോളം യാത്രക്കാരുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. ഷാർജ KG1 ഷാർജ ഇന്ത്യൻ സ്കൂളിൽ പുതിയ പ്രവേശനത്തിന് അനുമതിയില്ല എന്ന നേരത്തെ വായിച്ച വാർത്തയുടെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. സ്പോർട്സ് പേജിൽ ബാർസ ബയൺ യുവൻ ട്രയൽ എന്നുള്ള തലക്കെട്ട് ബാംഗ്ലൂരിന് വിജയം IPL മത്സരങ്ങളുടെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ചന്ദ്രികയുടെ ഫ്രണ്ട് പേജിലും ഗൾഫ് പേജിലും സ്പോർട്സ് പേജിലുമായി നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ. സിറാജ് പത്രത്തിലൂടെയും ഒന്ന് ഓടിച്ചു പോയി നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമെടുത്തു വരുന്നു. SSLC പിഴവ് പറ്റിയെന്ന് മന്ത്രി, ആശയക്കുഴപ്പം തുടരുന്നു എന്ന് ഫ്രണ്ട് പേജിൽ വാർത്ത നൽകിയിരിക്കുന്നു. ആറന്മുള വിമാനത്താവളം കേന്ദ്രത്തിൻ്റെ പച്ചക്കൊടി എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്തയുണ്ട്. പ്രതിഷേധത്തിനിടെ ചരക്ക് സേവന നികുതി ബിൽ ലോക്സഭയിൽ എന്നുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ സിറാജിൻ്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുന്നു. വാഹനങ്ങളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ സെൻസർ സംവിധാനവുമായി RTA എന്ന് നേരത്തെ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയുണ്ട്. സോളാർ ഇമ്പൾസ് നഞ്ചിങ് അനുഭവമായി സ്വദേശി. സൗരോർജ്ജം ഉപയോഗിച്ച് ലോകം ചുറ്റാനായി പുറപ്പെട്ട സോളാർ ഇമ്പൾസിൻ്റെ ഭാഗമായി സംഘത്തിലെ സ്വദേശി യുവാവ് നഞ്ചിങ് നഗരത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ടു. ഹസൻ അൽ റിധൈനി എന്ന 25 വയസ്സുള്ള സ്വദേശി യുവാവാണ് സോളാർ ഇമ്പൾസിനെ അനുഗമിക്കുന്ന സംഘത്തോടൊപ്പം നഞ്ചിങ്ങിലെത്തിയത്. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. കൈക്കൂലി പോലീസുകാരൻ്റെ ശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചു എന്നുള്ള വാർത്തയുണ്ട്. ദുബായിൽ നിന്നും വാഹന ഉടമയിൽ നിന്നും 3000 ദർഹം കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ പോലീസുകാരൻ്റെ ശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചു. അനധികൃതമായി യൂട്ടേൺ എടുത്ത വാഹന ഉടമയിൽ നിന്നും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങിയ കേസിലാണ് ദുബായ് അപ്പീൽ കോടതി ശിക്ഷ വിധിച്ചത് എന്നുള്ള വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. മറ്റൊന്ന് അബുദാബിയിൽ വീണ്ടും തീപിടുത്തം എന്നുള്ള വാർത്തയുണ്ട്. പൊടിക്കാറ്റിനെ പ്രതിരോധിക്കാൻ ഷെയ്ഖ് സായിദ് റോഡിൽ മരം നട്ടുപിടിപ്പിക്കും എന്നുള്ള വാർത്തയുണ്ട്. പൊടിക്കാറ്റിനെ പ്രതിരോധിക്കാൻ ഷെയ്ഖ് സായിദ് റോഡിൽ 5000 കൊണോക്കർ പസ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്ന് ദുബായ് നഗരസഭ വ്യക്തമാക്കി. അബുദാബി അതിർത്തി വരെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനാണ് പദ്ധതി. റോഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കുറക്കുന്നതിനോടൊപ്പം റോഡ് മനോഹരമാക്കാനും ഇത് ഉപകരിക്കും എന്നുള്ള വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. ഷെയ്ഖ് ഹുമൈദ് ബിൻ സഖർ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി തുടങ്ങി എന്നുള്ള വാർത്തയുണ്ട്. ദുബായ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിൻ്റെ 2014 മികച്ച സർവീസ് പെർഫോമൻസ് ബ്രാൻഡ് അവാർഡ് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിൽ നിന്നും SFC ഗ്രൂപ്പ് കൺസെപ്റ്റിക്യൂസിൽ ഡയറക്ടർ രോഹിത് മുരളി സ്വീകരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. മലയാളി സമാജം അബുദാബി മലയാളി സമാജത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയും ഇതോടൊപ്പമുണ്ട്. കാൽനട യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കി അലൈൻ നഗരസഭ എന്നുള്ള വാർത്തയുമുണ്ട്. സ്പോർട്സ് പേജിൽ റോയൽ ബാംഗ്ലൂർ എന്നുള്ള തലക്കെട്ടോടുകൂടി IPL വാർത്തയുടെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിറാജിൻ്റെയും ചന്ദ്രികയുടെയും മനോരമ പത്രത്തിൻ്റെയും മാതൃഭൂമി പത്രത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങളായിട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ അറൗണ്ട് ദ വേൾഡ് സെഗ്മെൻറ്റിൽ പൊന്മുടിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകി. നിങ്ങളുടെ യാത്ര ഡയറിയിൽ കുറിച്ച് വെച്ച് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൂട് തുടങ്ങിയതുകൊണ്ട് ഔട്ട്ഡോർ ഇവൻറ്റുകൾ കാര്യമായിട്ടൊന്നും എടുത്തു പറയാൻ പറ്റിയ ഇവൻറ്റുകൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പത്രവിശേഷങ്ങളിലൂടെ പോയി നമ്മൾ ഇന്നത്തെ ശനിയാഴ്ച സജീവമാക്കാനായി മികച്ച പരിപാടികളുമായി NTVയും തയ്യാറായി കഴിഞ്ഞു. ലോ പോയിൻ്റ് 3:30-ക്കുണ്ട്. അതിന് മുന്നേ മിഴിയോരമുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട്. അങ്ങനെ മികച്ച പാക്കേജുകളുമായി നിങ്ങളുടെ സാറ്റർഡേ സജീവമാക്കാൻ നമ്മളും തയ്യാറായി കഴിഞ്ഞു. എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്നും നാളെയും വരും ദിവസങ്ങളുമെല്ലാം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മാത്രമായി തീരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം.